ദൃശ്യങ്ങൾ കാണുമ്പോൾ ബാംഗ്ലൂർ പോലുള്ള ഒരു വലിയ സിറ്റിയിലെ റോഡാണെന്ന് നിങ്ങൾ കരുതും. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ പഞ്ചായത്തിലെ ഒരു കുഞ്ഞു റോഡാണ്. കണ്ണൂർ ചിറക്കൽ ചിറയ്ക്ക് സമീപമാണ് ഈ കുഞ്ഞു റോഡുള്ളത്. നിത്യേന രാവിലെ ഇതുവഴി ഒന്ന് നടന്നാൽ അത് നിങ്ങളെ കൂടുതൽ ഉന്മേഷവാന്മാരാക്കുമെന്നത് തീർച്ചയാണ്. അത്രമേൽ മനോഹരമാണ് ചിറക്കൽ കടലായി ക്ഷേത്രം റോഡിലെ കാഴ്ച. ഇന്റർലോക്കുകൾ പതിച്ച ഫുട്പാത്തിലെ കൈവരികളിൽ സ്ഥാപിച്ച പൂച്ചെടികളും ഏവരുടെയും മനം കവരും. അഴീക്കോട് MLA KV സുമേഷിന്റെ ഇടപെടലാണ് ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിനെ ഇത്രമേൽ മനോഹരമാക്കിയത്. വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് നടത്തിയ റോഡ് ചിറക്കൽ റെസിഡൻസ് അസോസിയേഷന്റെ കൂടി സഹകരണത്തോടെയാണ് സൗന്ദര്യവൽക്കരിച്ചത്. കൈവരികളിലെ പൂച്ചെടികൾ മനോഹരമായി സംരക്ഷിക്കുന്നതും ചിറക്കൽ റെസിഡൻസ് അസോസിയേഷനാണ്. ഇപ്പോഴത്തെ MLA അഴീക്കോട് MLA എന്ന KV സുമേഷിന്റെ ജനകീയ ഇടപെടലും ജനങ്ങളുടെ അഭിപ്രായം ശേഖരിച്ച് അങ്ങനെയാണ് ഈ ചിറക്കച്ചെറിയെ ബന്ധപ്പെട്ടിട്ട് ഈ റോഡിങ്ങനെ വന്നത്. ഈ അസോസിയേഷൻ്റെ അവർ ഇത് വീടുകൾ കയറി അവരൊക്കെ ആക്കിയിട്ടാണ് ചെടികൾ. ഇത് MLA ആവശ്യപ്പെട്ട് MLA അത് അവർക്ക് അനുമതി കൊടുത്തു, പഞ്ചായത്തോട് കൊടുത്തു. അങ്ങനെയാണ് അത് ചെയ്തത്. ഈ റോഡ് വരുത്തോടുകൂടി ഈ മേഖല അടഞ്ഞു കിടന്നൊരു മേഖല ഒരു വെളിച്ചം വന്നിരിക്കുകയാണ്. ഈ മേഖല നല്ലൊരു MLA പ്രവർത്തനം ജനങ്ങൾ അതുകൊണ്ട് MLA കൂടെ നിന്നുകൊണ്ട് MLAക്ക് എല്ലാ സഹായവും ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പുതിയതൊരു ഭാഗത്തുള്ളവർക്ക് ബൈപ്പാസായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് 5 കോടി ചെലവഴിച്ച് റോഡ് നവീകരിച്ചത്. ജനുവരിയിൽ തന്നെ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് ആലോചിക്കുന്നതെന്നും അഴീക്കോട് മണ്ഡലത്തിലെ മറ്റു റോഡുകൾ കൂടി മികച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള റോഡാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും KV സുമേഷ് MLA പറഞ്ഞു. പ്രവൃത്തി ഏതാണ്ട് എല്ലാം പൂർത്തിയായി. മിനിസ്റ്ററോട് ഡേറ്റ് ചോദിച്ച് കാത്തിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങൾ ഈ മാസം തന്നെ ഉള്ളിൽ തന്നെ ജനുവരി മാസത്തിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ഇതും നമ്മുടെ ഈ പുതിയൊരുവിലെയും ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ഒരു ബൈപ്പാസ് കൂടിയായി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട റോഡായിട്ടാണ് അത് മാറിയിരിക്കുന്നത്. അതിൻ്റെ സൗന്ദര്യവൽക്കരണം സാധാരണ റോഡ് എന്ന നിലയിലല്ല, നമ്മളതിനെ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ റെസിഡൻസ് അസോസിയേഷനിലൊക്കെയായി സംസാരിച്ച് അവരുടെ കൂടി സഹായത്തോടു കൂടി ചെടിച്ചട്ടികളും മറ്റുമൊക്കെ വെച്ചുപിടിപ്പിക്കുകയും സൈഡിൽ ഫുട്പാത്ത് നല്ല ടൈലൊക്കെ നിലയിൽ പതിച്ചിപ്പോൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡ് സംരക്ഷിക്കാൻ ആവശ്യമായ നിലയിൽ റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ സഹായം നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നല്ല നിലയിൽ ഭംഗിയായി സൂക്ഷിക്കുന്ന ഒരു റോഡായി ആ റോഡിനെ മാറ്റാനുള്ള ആലോചനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിറക്കൽ കടലായി അമ്പലം റോഡ് പോലെ കേരളത്തിലെ മറ്റു റോഡുകളും മനോഹരമായിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലേ? ചിറക്കലിൽ നിന്നും ലിറ്റി പീറ്റർ, കേരള ഓൺലൈൻ ന്യൂസ്.